നമ്മളിപ്പോൾ ഉള്ളത് പൈൻ ഫോറസ്റ്റിലാട്ടോ. അതെ, അങ്ങ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഈ വന്നത്. അവിടെ വഴിയിലൊക്കെയാണ് വണ്ടി ഇട്ടിട്ട് വന്നത്. തിരക്ക് കുറവായിട്ടും ഈ ഗുണ കേവിലും ഈ പൈൻ ഫോറസ്റ്റിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടുള്ള ഈ കൊടൈക്കനാൽ വരുന്നത്. ഇവിടുത്തെ തിരക്ക് ഇവിടെയുള്ളവർ പറഞ്ഞത് കുറവാണെന്നാണ്. പിള്ളേര് വരുന്നില്ല എന്ന് പറഞ്ഞ കാരണം പൊണ്ടാട്ടി അവരുടെ കൂടെ തന്നെ ഇരുന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് വിഷ്വൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. വാച്ച് ടവറാണേ. ആണ്ട് അതിന് മുകളിലേക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള താഴ്വാരത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കിട്ടും. നോയർ പോയിൻ്റ് എന്നാണ് പറയുന്നത് കൊടൈക്കനാലിലെ. ഇവിടെ ഈ മെയിൻ്റനൻസ് നടക്കുന്ന കാരണമുണ്ടോ കേട്ടോ ഈ റോസ് ഗാർഡനിൽ റോസുകളുടെ ഫ്ലവറൊന്നും കാണാൻ പറ്റാതെ. പിള്ളേരൊക്കെ ഇങ്ങോട്ട് പോയി എന്തോ. എന്തായാലും നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഈ കൊടൈക്കനാലിലെ റോസ് ഗാർഡൻ. അവരവിടെയാണേ. കൊള്ളാലോ അല്ലേ, അടിപൊളി. എൻ്റെ ഉള്ളിക്കടയൊക്കെ നടന്നു പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ആർച്ച് ആയി വരണുള്ളേ. കണ്ടോ, ഈ പൈപ്പിലേക്കട് ഇട്ടിട്ടാണ് ഈ ചെടി പടർത്തി വിടുന്നത്. കെട്ടി വച്ചിരിക്കുവാണേ. ഇങ്ങനെ വളർന്നു വരുന്നതിൻ്റെ അനുസരിച്ച് അവരിങ്ങനെ കെട്ടി വരും. ഒരു ഫൈനൽ രീതിയിലേക്ക് വരുമ്പോൾ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇതൊക്കെ ചെറിയൊരു പാലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാലം പോയി കിടക്കുക. അപ്പോൾ ഇതെല്ലാം പണി കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാവും. കണ്ടോ, അവിടെ ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുവാണേ. കൾട്ടിവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഇവിടെ ഫ്ലവേഴ്സൊന്നും കാണാൻ കഴിയാത്തത് കേട്ടോ. കൊടൈക്കനാലിൽ വരുമ്പോഴേ അധികമാരും കയറാത്തൊരു ഇടമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം മിക്കവരും പോകുന്നത് കൊടൈക്കനാൽ ലേക്കിന് തൊട്ടടുത്ത് കാണുന്ന ബ്രയാൻ പാർക്കിലൊക്കെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഗാർഡനൊക്കെ ഉണ്ട്, ഒരു പാർക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയയിലാട്ടോ ഈ പാർക്കൊക്കെ അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും സംഗതി അടിപൊളിയാണ്. അധികം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരിവിടെ കിടന്ന് അറമടിക്കുകയാണ്. ശരിക്കിത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളവിടെ കയറ്റി വിട്ടുന്നേ ഉള്ളൂ. ശരിക്കും അഡൾട്ടിന് 50 രൂപയും 3 വയസ്സ് മുകളിലേക്കുള്ള കുട്ടികൾക്കാട്ടോ ഇവർ 25 രൂപ വാങ്ങുന്നുമുണ്ട്. പിന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി കുഴപ്പമില്ല. മറ്റുള്ള ക്യാമറകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകം റേറ്റൊക്കെ ഉണ്ട്. കുഞ്ഞൂസ് ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മര്യാദയ്ക്ക്. അപ്പോൾ കുഞ്ഞൂസ് ആട്ടല്ലേ, സ്വന്തമായിട്ട് ആടിക്കൊള്ളാന്ന് പറഞ്ഞ ആളാണ്. കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആടിക്കോ. പൊളിച്ചു. ഞാൻ മണ്ണ് വാരണ്ടോ കണ്ണാത്തി. മണ്ണ് കണ്ട വാരണോ അല്ലേ? നോക്കി ചിരിച്ചാ ചിരിക്ക്. പയ്യെ പോയാൽ മതി. നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഈ പാർക്കിൽ.
വഴി കണ്ടെത്തി. ഇതിടെ വാ, ഇതിടെ പോ. താഴേക്ക് ഇറങ്ങിയാൽ മതിടാ. ഇത് ഒത്തിരി ദൂരം ഉണ്ടല്ലേ. അയ്യോ അവശതയാവും പെട്ടെന്നല്ലേ. തിരികെ ഇറങ്ങാൻ വഴി കണ്ടുപിടിക്കണ്ടല്ലേ. പോട്ടെ പോട്ടെ. അയ്യോ തിരിച്ചു പോവാം. ഇവിടുത്തെ അർമ്മദനം കഴിഞ്ഞ്. എപ്പോഴും ഒരു നല്ലൊരു കാലാവസ്ഥയുള്ളൊരു സ്പേസ്. വെൽക്കം ടു. അതാണ് അതിൻ്റെ റൂട്ട് മാപ്പ്. ഷോപ്പ് അത് ക്ലോസ് ആയിരുന്നു. ബ്രയാൻബർഗും അത് രണ്ടും ക്ലോസ് ആയി.